ഇവിടെ ഒന്ന് രണ്ട് നല്ല ഐറ്റംസ് കിട്ടും കേട്ടോ. നെയ്ച്ചോറ്, പിന്നെ ബ്രെഡ് ഒക്കെ കിട്ടുമല്ലോ, ബ്രെഡിൻ്റെ സ്റ്റൂ കോംബോ ഒക്കെ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെയാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ചിക്കൻ കറിയൊക്കെ കാണുന്നുണ്ട്. പിന്നെയാണ് ഒരു സാധനം കണ്ടത്, പാൽപ്പുട്ട് കാന്താരി ചിക്കൻ ബീഫ് സ്റ്റൂ കള്ളപ്പം. അപ്പോൾ ഞാനെന്തായാലും ബീഫ് സ്റ്റൂ കള്ളപ്പം പറഞ്ഞിട്ട് കേട്ടോ. അവിടെ നിങ്ങൾ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ലൊക്കേഷനൊക്കെ വീഡിയോൻ്റെ ഇടയിൽ പറയാം. നമ്മളെ കള്ളപ്പവും ബീഫ് സ്റ്റൂ വന്നിട്ടുണ്ട് കേട്ടോ. 3 പീസ് കള്ളപ്പവും ഒരു കോപ്പ നിറച്ച് ബീഫിൻ്റെ സ്റ്റൂ. നോക്കട്ടെ, നല്ല ചെറിയൊരു മധുരം കൂടിയുള്ള കള്ളപ്പാണ്, അടിപൊളിയായിരിക്കും കേട്ടോ. നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ. നല്ല തിക്ക് ഗ്രേവി, പാകത്തിനുള്ള ഒരു മധുരം, ആ ഒരു കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് സ്റ്റൂ കൂടി ചേർന്ന സാധനം അടിപൊളി. അല്ലെങ്കിൽ സ്റ്റൂ നമ്മളെങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള കറി നല്ല ടേസ്റ്റ് അല്ലേ. അതങ്ങനെ അപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ച് നമ്മളെ എന്താ പറയുക, കള്ളപ്പത്തിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ നല്ല ചെറിയ ചെറിയ പീസ് ബീഫിൻ്റെ പീസൊക്കെ. മട്ടൻ്റെ സ്റ്റൂ ഒക്കെയാണ് അടിപൊളി. നമ്മളെ ഈ കല്യാണത്തിന് നിശ്ചയത്തെ പരിപാടിക്കൊക്കെ അധികം മട്ടൻ്റെ സ്റ്റൂ ഒക്കെ അല്ല, ഒരു പ്രത്യേക ടേസ്റ്റല്ലേ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്നത്. ആ വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് സാധനം. ഇത് ബീഫിൻ്റെ സ്റ്റൂ, ക്യാരറ്റൊക്കെ ആയിട്ട് കുറച്ച് കുടിച്ചു കൂട്ടെ. ബ്രെഡിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ രാവിലെ കഴിക്കില്ല പുട്ട് സ്റ്റൂ, അതേപോലെ നല്ലൊരു ടേസ്റ്റുള്ള സംഭവം കേട്ടോ, കള്ളപ്പം സ്റ്റൂ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരും നമ്മളെ കോഴിക്കോട് കാരപ്പറമ്പില്ലേ, കാരപ്പറ ബൈപ്പാസിന് കുറച്ച് മുന്നോട്ട്, ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ കാണാം പുട്ടുവണ്ടി എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ശരി എന്നാൽ.